കോൺഗ്രസിലേക്ക് കടന്നു വരുമെന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പാലക്കാട്ടെ പാലക്കാട്ടെ ബി ജെ പിയുടെ അടിവേർ അറിഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു സംശയമില്ലാതെ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. പാലക്കാട്ടെ ബി ജെ പിയുടെ അടിവേര് രാഹുൽ മാങ്കൂട്ടം അറുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പുറത്തേക്ക് വരുന്ന വാർത്തകൾ. ഈ പ്രമീള ശശിധരൻ, ശിവരാജൻ, ബാക്കിയുള്ള 1-2 കൗൺസിലർമാർ ബി ജെ പിയിൽ നിന്ന്, അതുപോലെ CPM-ന്റെ മറ്റൊരു കൗൺസിലർ ഒക്കെ കോൺഗ്രസിലേക്ക് കടന്നു വരുന്നു. കോൺഗ്രസ് ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി പാലക്കാട് നഗരസഭയുടെ ഭരണം കോൺഗ്രസിന്റെ കയ്യിലായിരിക്കും, UDF-ന്റെ കയ്യിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്നുള്ളത് തന്നെയാണ്. അതിലേക്കുള്ള എല്ലാ സൂചനകളും വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ പറയുന്ന ആസനത്തിന് തീപിടിച്ച അവസ്ഥയാണ് BJP നേതൃത്വത്തിനുള്ളത്. എസ്പെഷ്യലി പ്രശാന്ത് ശിവനും അതുപോലെ C കൃഷ്ണകുമാറും. പാലക്കാട് BJP-യിൽ 2, 3, 4 അതിലേറെ വിഭാഗങ്ങളുണ്ട്. പക്ഷേ അവിടെ പ്രഗത്ഭരായിട്ട് എല്ലാത്തിനും മേൽക്കോയ്മയായിട്ട് പാൽ സൊസൈറ്റിയിലേക്ക് തെരഞ്ഞെടുപ്പ് വന്നാലും, ഈ പറഞ്ഞ നഗരസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് വന്നാലും, അസംബ്ലി മണ്ഡലത്തിലേക്ക് തെരഞ്ഞെടുപ്പ് വന്നാലും, പാർലമെന്റ് നിയോജക മണ്ഡലത്തിലേക്ക് തെരഞ്ഞെടുപ്പ് വന്നാലും എല്ലായിടത്തും C കൃഷ്ണകുമാറാണ് സ്ഥാനാർത്ഥിയാവുക. അത് എന്ന് പറയുന്നത് പാലക്കാട്ടെ BJP-യിലെ C കൃഷ്ണകുമാറിന്റെ ഒരു സ്വാധീനമാണ്. അവിടെയും പലപ്പോഴായിട്ട് ഈ പറയുന്ന സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി പോയിട്ടുണ്ട്. പാൽ സൊസൈറ്റിയിലും C കൃഷ്ണകുമാർ തന്നെയാണ് മത്സരിക്കുന്നത്, ഇവിടെ എന്താ BJP-യിൽ മറ്റാളുകളില്ലേ എന്ന്. എന്താണെങ്കിലും ഈ വിഭാഗീയത മുതലെടുത്തുകൊണ്ട് പ്രമീള ശശിധരനെയും ശിവരാജനെയും അടക്കമുള്ള ആളുകളെ കോൺഗ്രസ് ക്യാമ്പിലേക്ക് എത്തിക്കുവാൻ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തീരുമാനം. അതിനുള്ള പച്ചക്കൊടി സംസ്ഥാന KPCC-യിൽ നിന്ന് ലഭിച്ചിട്ടുമുണ്ട്. നിങ്ങൾ അപ്പോൾ ചോദിക്കും, രാഹുൽ ഓൾറെഡി കോൺഗ്രസ് പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഷനിലാണല്ലോ എന്ന്. അപ്പൊ ഞാൻ തിരിച്ചു പറയും, അത് സസ്പെൻഷൻ മാത്രമാണ്, അയാളെ പാർട്ടി പുറത്താക്കിയിട്ടില്ല.